ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാവുന്ന ഒരു ഗോവയ്ക്ക കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത്. ഇത് നമ്മൾ ഗോവയ്ക്ക തോരനും മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ ഉണ്ടാക്കണത്. ഇന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. മറ്റേ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാവേ. ചട്ടി ചൂടായിക്കോട്ടെ. അടിപൊളി കറിയാണിത്. നമ്മൾ ചപ്പാത്തിക്കോ ഗോതമ്പ് ദോശയ്ക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയുണ്ട്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയുണ്ട് കേട്ടോ, ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് കായവും പിന്നെ ഉലുവയും കൂടി പൊടിച്ചതാണിത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പുളിവെള്ളമാണ്. നമുക്ക് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചട്ടി ചൂടാവുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി കേട്ടോ. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം മതി. നല്ലോണം ചൂടായിക്കോട്ടെ എണ്ണ. നമുക്ക് അപ്പോഴേക്കും സവാള വഴറ്റാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കടുക് പൊട്ടിക്കില്ല കേട്ടോ. ഞാൻ ആദ്യം സവാള, 2-3 പച്ചമുളകുണ്ട്, ഒരു 3 വെളുത്തുള്ളി ഉണ്ട്. ഇതെല്ലാം കൂടി പയ്യെ വഴറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും വെട്ടിയ തോരനും മെഴുക്കുവരട്ടിയും ഇതെല്ലാമാണ് നമ്മൾ ചോറിനുള്ള. പിന്നെ മെഴുക്കുവരട്ടി വറുത്തെടുക്കും. ഗോവയ്ക്ക വറുത്ത് നമ്മൾ എടുക്കാറുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്ത് പോരാറുണ്ട്. ഇതല്ല, നമുക്ക് കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതൊന്നും വഴന്ന് വന്നോട്ടെ. നല്ലോണം വഴന്ന് വരണേ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഏതാണ്ട് ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഗോവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വഴന്ന് വന്നോട്ടെ. ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഇട്ട്
കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക. വഴന്ന് വന്നോട്ടെ. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കോവയ്ക്ക കറി ശരിയായി വന്നിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി വേണ്ടി വരും കേട്ടോ. ഇത് ഇച്ചിരി വറ്റിപ്പോവും. അപ്പം ഇത്തിരി കപ്പ് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയാണ്. ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ടാവും. നമുക്ക് ഈ 2 മല്ലിയിലത്തണ്ട് ഇട്ട് കൊടുക്കാവേ. വെറുതെ കീറി ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വെയിറ്റ് ചെയ്തോളാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റൗ ഓഫാക്കാം. നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പം കറി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോവയ്ക്ക കറി ഉണ്ടല്ലോ, നല്ല ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കില്ലാവരും. അപ്പം കറി നല്ല മണവും രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കി ചപ്പാത്തി കഴിച്ച് നോക്കാം എല്ലാവരും. എനിക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.